ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തക്കാളി മുറുക്കാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. 2 തക്കാളി പുഴുങ്ങിയെടുക്കണം. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച 2 തക്കാളി ഇതിലേക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ അരിപ്പൊടി 1 ഗ്ലാസ് ഇട്ട് കൊടുക്കുക. 1/2 ഗ്ലാസ് കടലമാവും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ എള്ള് എന്നിവ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി പുഴുങ്ങി വെച്ച തക്കാളി തൊലി കളഞ്ഞതിന് ശേഷം 6 വെളുത്തുള്ളി, 1 നാരങ്ങയും പിഴിഞ്ഞൊഴിക്കുക. ഇത് പുളി കുറവായതുകൊണ്ടാണ് 1 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനി ഇത് ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം. അതിനുശേഷം ഇത് മാവിലേക്ക് ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ പാകത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. ഇത് വെള്ളം കൂടി പോകരുത്. അപ്പോൾ മാവ് ലൂസായി വരും. അപ്പോൾ പാകത്തിന് മുറുക്ക് മൊരിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അത് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. അതിനുശേഷം മുറുക്കുണ്ടാക്കുന്ന ചില്ല് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുഴച്ച് വെച്ച മാവ് നമുക്ക് അച്ചിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം മാവ് നമുക്കതിലേക്ക് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ മുഴുവൻ മാവും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ മുറുക്ക് പാകമായിട്ടുണ്ട്. ഇനി വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റാം. മുറുക്ക് നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.